ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഷുഗറും ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി സെയിം ജാറിൽ തന്നെ 2 കോഴിമുട്ട, അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2-3 ഡ്രോപ്പ് വാനില എസൻസ്, അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കുക. ഇനി നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയിലേക്ക് 1 കപ്പ് മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, അതുപോലെ ഉപ്പും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ മിക്സർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1/4 കപ്പ് പാല്, ചെറിയ ചൂടുള്ള പാല് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തത് കൊണ്ടാണ് കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ യെല്ലോ കളറിലിരിക്കുന്നത് കേട്ടോ. ഇനി നേരത്തെ റെഡിയാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് സോസ് ആണ് കേട്ടോ. അതപ്പോൾ ഒന്ന് ഫ്രീസറിലിരുന്നപ്പോൾ ഇത്തിരി ചെറുതായിട്ട് കട്ടിയായിപ്പോയി. അപ്പോൾ ഞാൻ ഇത്തിരി പാലും ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസൻ ചെയ്തെടുത്താണ്. ഇതുപോലെ ഒരുപാട് ലൂസാക്കരുത്, ഇത്രയും തിക്നെസ് വേണം. ഇനി സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ സോസ് കേക്കിൻ്റെ ഇങ്ങനെ ഓരോരോ ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒരു റൗണ്ടാക്കി കൊടുത്താൽ മതി. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഓവൻ സെറ്റപ്പ് റെഡിയാക്കിയിരുന്നു കേട്ടോ. കുറച്ച് മണലിട്ടിട്ട് ചൂടാക്കാൻ വെച്ചിരുന്നു. റിങ് വെച്ചിട്ട് കേക്ക് ടിൻ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ നല്ലതാണ്. ആദ്യത്തെ 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. പിന്നെ 25 മിനിറ്റ് ലോ ഫ്ലെയിമിലും. ഞാൻ തുറന്ന് നോക്കുമ്പോൾ റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതിന്ന് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോകും. കേക്ക് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നല്ല കട്ടിയുള്ള ഒരു ടർക്കി അല്ലെങ്കിൽ ഇതുപോലുള്ള ഹോളുള്ള ഒരു ലിഡ് വെച്ചൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ആവിവെള്ളം കേക്കിലേക്ക് വീഴാതിരിക്കും. ഇപ്പോൾ തണുത്തതിന് ശേഷം ഞാനൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്തു. നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മാർബിൾ കേക്ക് പോലെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കേക്കാണ്. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, സാധാ പോലെ ചെയ്താലും മതി. കണ്ടോ, നല്ല ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോഴും ഇത്ര ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒന്നും ചില സമയത്ത് നമുക്ക് കിട്ടാറില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. ഇതുപോലെ സൈഡൊന്നും മുട്ടും കരിയാതെ ഒക്കെ ചെയ്തെടുത്തതാണ്. ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, കേക്ക് ടിൻ പോലും വേണ്ട. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.